ചിലപ്പോ തിരക്കില്ലേ? ഓട്ടോസ് വിളിക്ക ഫോട്ടോ വിളിക്കാനോ? എവിടേക്ക്? ഊട്ടിക്ക്. വീട്ടിക്ക്? എടി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഓട്ടോസ് വിളിച്ച 35 ഉറുപ്പ് എടുക്കണോ? ആനങ്ങടെ നടന്നാ മതി. അല്ല കല്യാണപ്പുരന്നേ വല്ലാണ്ട് ബിരിയാണി കഴിച്ചത് എന്റെ കുഴപ്പം. ആവശ്യത്തിനായി കഴിക്കാവൂ മനുഷ്യൻ. അപ്പോൾ അത് ശരി അവിടെ നിൽക്കാണ്. അപ്പൊ ഈ വരില്ലേ? നിങ്ങൾ തിന്നുന്ന കണക്ക് പറഞ്ഞില്ലേ? ഞാനൊക്കെ ചെറുപ്പാണ്, തിന്നണ്ട പ്രായാണ്. ഓ അത് ശരി. അപ്പൊ ഞമ്മക്ക് പ്രായം കൂടി ഇജ്ജി ചെറുപ്പാണെന്ന് അല്ലേ ഇജ്ജി വിചാരിച്ചേ? നിങ്ങക്ക് പ്രായമായി നമ്മൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നമ്മുടെ സൽമാൻ ഖാൻ അല്ലേ? നമ്മൾ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും എന്നാവണ്ട, നമ്മൾ എന്റെ മൊയ്തുക്കാണ്. നടക്കാൻ നോക്ക്. എന്നാ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാ. എന്ത് ജ്യൂസ്? പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ്? എടി ഈ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞത് 2 കഷ്ണം പൈനാപ്പിൾ അത് ഏതോ കാലം മുറിച്ച് വെച്ചേക്കു. അതിന്റെ അകത്ത് ഇത്തിരി പച്ചവെള്ളവും ഇത്തിരി പഞ്ചസാരയും കുത്തി കലക്കി തരണ 50 ഉറുപ്പ്യാണ് അതിന് വാങ്ങിയ. നമ്മക്ക് പെരെ പോയിട്ട് നല്ല വെള്ളം കുടിച്ചൂടെ? നടക്ക്. എന്തിനാണ് നിങ്ങള് ജ്യൂസ് വാങ്ങിത്തരും? ഈ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ആദ്യത്തെ കെട്ടുകൾ സുബേദയും രണ്ടാമത്തെ കെട്ടുകൾ ഖദീജയും ഇതുവരെ നമ്മളൊരു ജ്യൂസ് ചോദിച്ചിട്ടില്ല. അനക്കെന്താ കുറച്ച് ഏനാന്താ അന്ന് കുറച്ച് പുന്നാരിച്ചു പോയി. അതിന്റെ കുഴപ്പമാണിത്. ഓരോ പോലാണോ നമ്മള്? പിന്നെ അനക്കെന്താ കൊമ്പുണ്ടാ? നമുക്ക് പഠിപ്പില്ലേ, സൗന്ദര്യല്ലേ? എന്താണ് ഇരിക്കണ്? അല്ല ആദ്യം എന്തുണ്ടെന്നാ പറഞ്ഞ? പഠിപ്പ്. പഠിപ്പ് 6ാം ക്ലാസ് വരെ പഠിച്ചാണ്ടി പഠിപ്പ് ഇക്കൊണ്ട് നടക്കാൻ നോക്കുവാ. ജ്യൂസ് ജ്യൂസ് എനിക്ക് നമ്മള് വാങ്ങി തരൂല. നന്നാ വാങ്ങി തരൂല. തരൂല? ഇല്ല. ഞങ്ങള് നടന്നോളി. എന്താണ് സൂറജി നാട്ടുകാർ കാണുന്നത്? കാണട്ടെ, എല്ലാരും കാണട്ടെ. എന്റെ കെട്ടിയോൻ എനിക്ക് ജ്യൂസ് മേടിച്ച് തരൂല എല്ലാരോടും ഞാൻ പറയും. കുട്ടികളെ കളിയാൽക്കല. എനിക്കും എനിക്ക് എന്നാ പിന്നെ കുറച്ച് വെള്ളമെങ്കിലും വാങ്ങിത്താ. നിങ്ങളുടെ കൂടെ വെള്ളം കിട്ടാതെ ചാവുള്ളൂ ഞാൻ. സൂറ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ പീടിയെ കിട്ടുന്ന വെള്ളം ബോട്ടിൽ വെള്ളം. അതിന് കായ് കൊടുക്കണം. ഞമ്മക്ക് പെരെ പോയിട്ട് കിണറ്റിന്ന് നല്ല വെള്ളം വാരി കുടിച്ചൂടെ? അല്ല അറിയാൻ പാലാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ കാശൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ പോവാണ്. എനിക്കിപ്പോ എന്താ മണ്ടിയായി? വെള്ളം. വെള്ളല്ലേ മണ്ടിയുള്ളൂ? ലാഘവല്ല വല. ഇങ്ങോട്ട് വാ. അടക്ക് അവിടെ നടന്നോട്. മുഖം വീർപ്പിക്കണ്ട, അല്ലെങ്കിൽ തന്നെ വീർത്ത മുഖ. ഒന്ന് നടന്നോട് വാ. അതെ മനുവേട്ടാ, പുതിയ ഈ ഡോറയുടെയും ബുജിയുടെ മിഠായി വന്നിട്ടുണ്ട്. ഡോറയും ബുജിയും അതാരാ? അത് പിള്ളേർക്ക് അറിയാം, കാരണന്മാർക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടാത്തത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ശരിയാവില്ല. മുട്ടായി അമ്മ നമുക്ക് മുട്ടായി ഇപ്പൊ നല്ല ചെലവുള്ളത് മറ്റേ തേൻമിഠായി അല്ലേ? തേൻമിഠായി നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 2 ബോട്ടിൽ ഇവിടെ വെച്ചോ. മിഠായിയൊക്കെ എന്താ തീർന്നതൊക്കെ? സുഖറ എവിടെയാണ്? എത്ര നാളായി കണ്ടിട്ട്. എന്തുണ്ട് ചേട്ടൻ? സുഖം. പാപ്പയും മോളും കൂടെ പോയി. നീ കണക്കെല്ലാം കറക്റ്റായിട്ട് എഴുതിയല്ലോ ഓർഡർ. കെട്ടിയനും കുട്ടികളും കൂടെ ഇവിടെ പോയിരുന്നു. എങ്ങനെ പിള്ളേറിയണേ? അത് സ്കൂളിൽ പഠിച്ചാണ്. ഏത് സ്കൂളിൽ? ഞാൻ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ പഠിച്ചത്? അത് മറ്റേ ട്യൂഷന്റെ. എന്താ പേര്? ബാബു. പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് വരികയാണേ. എവിടെ? ഇവിടെ ബന്ധുക്കളൊരു കല്യാണം തരി ബിരിയാണി. ബിരിയാണി കഴിഞ്ഞപ്പോ വെള്ളം കുടിക്കാനൊരു പൂതി. നീ ഓർഡർ കൃത്യമായിട്ട് എടുക്ക കേട്ടാ. നാളെ എത്തിക്കണം. ശരി. ജ്യൂസ് ഏതെടുക്കട്ടെ? ഓറഞ്ച് വേണോ, പൈനാപ്പിൾ വേണോ, മുന്തിരി വേണോ? പൈനാപ്പിള്. പൈനാപ്പിളിന് എത്ര റുപ്യ ഉണ്ടോ? പൈനാപ്പിളിന് 50 റുപ്യ. അത് വേണ്ട. 2 50 റുപ്യയുള്ളൂ. വാങ്ങ്. 2 എണ്ണത്തിനല്ല പോട്ടെ, ഒന്നിനല്ല 50 റുപ്യ. എന്തൊക്കെ പറയണ? വെള്ളം എടുത്താൽ മതി. ആ ബോട്ടിൽ വെള്ളം എടുക്ക്. കുപ്പിവെള്ളം എടുത്താൽ അത് മതി. തണുക്കാത്ത മതി, മറ്റേത് അണ്ണാക്കിന് കേടാ. അത് ശരി. ദാഹം മാറ്റാൻ ഉള്ള വെള്ളല്ലേ വീട്ടിൽ? മേടിച്ചോ മേടിച്ചോ. വാ പോര്. ഇതിപ്പോ 8 റുപ്യ ബാക്കി വരണം. 12 ഉള്ളൂ. 20 റുപ്യാണ്. ഒരു ബോട്ടിലല്ലേ എടുത്തുള്ളൂ? ഒരു ബോട്ടിലിന്റെ വിലയാണ് 20 റുപ്യ. 20 റുപ്യോ? നിങ്ങളിത് ആദ്യമായിട്ടാണ് വെള്ളം മേടിക്കണേ? അത് ശരി. കഴിഞ്ഞ ഏപ്രിൽ മുതൽ 12 റുപ്യ വെള്ളത്തിന് വാങ്ങാൻ പാടുള്ളൂ എന്ന് ടിവിയിൽ വാർത്ത ഉണ്ടായില്ലല്ലോ. വാർത്തയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത വർഷം ഏപ്രിൽ ഉണ്ട്, അതിന്റെ അടുത്ത വർഷം ഏപ്രിൽ ഉണ്ട്. ഇപ്പൊ 20 റുപ്യാണ് വില. നിങ്ങൾ വെള്ളത്തിന് കണക്ക് പറയാതെ വെള്ളത്തിനാണ് കണക്ക് പറയേണ്ട സൂറ. പച്ച വെള്ളം അത് അവന് തോന്നി മതിയാ. 12 റുപ്യക്കാണെങ്കിൽ മതി. എന്റെ മൊയ്തുക്ക, ഇതിപ്പോ 20 റുപ്യക്ക് എനിക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണത്. വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് 12 റുപ്യ വേണ്ട. ഈ അങ്ങോട്ട് നിങ്ങൾ കാശ് അടിക്കുക, വെള്ളം കടിക്കുക. വെള്ളം കൊടുത്തേക്ക്. വെള്ളം കൊടുക്കടി. വെള്ളം വേണോ? വെച്ചോ. വേറെ കിട്ടോ നോക്കട്ടെ നമ്മള് വെള്ളം. നിങ്ങളുടെ ആദ്യത്തെ കെട്ടികളന്മാർ ഓടിപ്പോയത് നമുക്കറിയാം. വെള്ളം കിട്ടാണ്ടായിരിക്കും. നടക്കടി. അണ്ടാത്ത വർത്താനം കേട്ട് നടക്കണം. ആ പാട് എന്തെങ്കിലും കിട്ടണം ഇതിലേക്കാണ്. അത് നഷ്ടത്തിൽ വിൽക്കാൻ പറ്റുമോ?
വെള്ളം കിട്ടണ്ട പിന്നെ മോനെ വെള്ളം ഇവിടെ ബോട്ടിൽ വെള്ളം എത്ര റുപ്യാണ്? 20 റുപ്യ. പോര് ഇത് പോരി നിങ്ങൾ എവിടുന്നെങ്കിലും വാങ്ങിയേ പറ്റൂ. എടി ഇവിടെ 20 റുപ്യ പറയണത് 12 റുപ്യക്ക് വെള്ളം കിട്ടാണ്ട് നമുക്ക് നോക്കുക. എന്നാ പിന്നെ നിങ്ങൾ നടന്നോളി, ഞാൻ വന്നില്ല. എന്നാ പ്രശ്നം? അതെ, ഈ ബോട്ടിൽ വെള്ളത്തിന് 12 റുപ്യ ഉള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഈ കേറുന്ന പീടികയിൽ മുഴുവൻ 20 റുപ്യ ചോദിക്കണേ. ഇവിടെ 12 റുപ്യന്റെ വെള്ളം കിട്ടുമോ? 12ന്റെയും വെള്ളമുണ്ട്. ഉണ്ടോ? ഉണ്ട്. എടുക്ക്. ആദ്യം പറഞ്ഞാ പോരുന്നാല് സമാധാനമായോ? എടാ നോക്കട്ടെ, നല്ല വെള്ളല്ലേ ഇത്? പിന്നെ നല്ല വെള്ളല്ലേ? ഇതൊന്ന് വായിച്ചു നോക്ക്, എന്റെ കമ്പനി വായിച്ചു നോക്ക്. ഉഗ്ര കമ്പനി വായിച്ചു നോക്ക്. എന്താ കമ്പനിയുടെ പേരെന്താ അത്? ഇത് ചന്നം പിന്നെന്ന്. ചന്നം പിന്നോ? ചന്നം പിന്നോ 12 റുപ്യക്ക് ഇപ്പൊ കിട്ടിയില്ലേ? കൊറേ പീടിയ കയറി എല്ലായിടത്തും 20 റുപ്യ ചോദിക്കണത്. പച്ചവെള്ളത്തിന് ഇങ്ങനെ വില കൂട്ടി വെക്കൂല. അതാ വണ്ടി. എനിക്കറിയാതെ 12 റുപ്യക്ക് കിട്ടാണ്ട് കുറച്ച് ഞാൻ കുടിക്കട്ടോ. വെറുതെ സാധനം വേണ? ഒന്നും വേണ്ട, പോട്ടോ. എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന സാധനമാണ്. ആയിക്കോട്ടെ. കളയല്ലേ കൊണ്ടുകൊണ്ട. അതിന്റെ അകത്തൊരു തുള്ളി വെള്ളം കൂടി ഉണ്ട്. 12 കൊടുത്ത വെള്ളമല്ലേ അത്? ആ കുടിച്ചു തീർക്കണ്ടേ? കുടിച്ച് തീർത്തിട്ടാണ് വെള്ളം ഇതെന്തുട്ടി കാട്ടിയേ? വെള്ളം തീർന്നപ്പോ കളഞ്ഞ്. നിങ്ങളൊക്കെ വിവരമുള്ള മനുഷ്യല്ലേ? ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊതു സ്ഥലത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു പോകാൻ പാടും? ഇതൊക്കെ വിദേശത്താണ് വിവരം അറിഞ്ഞേനെ. വിദേശത്തല്ലല്ലോ, നമ്മളെ നാട്ടിലല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇത് വലിച്ചെറിഞ്ഞു നോക്കി. ഇത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് കളയാ. ഇത് കുപ്പി വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്കാർ ഇതിൽ വെള്ളം നിറച്ച് വീണ്ടും കടയിൽ വെക്കും. അത് കാശ് കൊടുത്ത് നമ്മൾ മേടിക്കും. ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചാലേ ക്യാൻസർ വരും. ഇത് ഡിസ്പോസിബിൾ ആണ്. ഇത് വീണ്ടും ആർക്കെങ്കിലും കിട്ടിയ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്താ കാട്ടുക? അതിന് ബുദ്ധി ഉപയോഗിക്കണം. ഇതിന്റെ അടപ്പുണ്ടല്ല, മൂടി കോർക്ക്, ഇത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഇതണ്ട, ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട്. ഇനി ഇത് എടുക്കാൻ പറ്റും നോക്കിയേ. എടുക്കാൻ പറ്റില്ല. അത് എടുക്കാണ്ട് എങ്ങനെയാണ് ഇതിൽ വെള്ളം നിറയ്ക്കുക? പിന്നെ എന്നിട്ട് ഇത് ഇതിലെടുത്തിട്ട് പരിപാടിയുള്ളത് ഇത് നമ്മക്കറിയില്ല കേട്ടോ. ഇനി എപ്പോഴും മരു ബോട്ടിലോള് കിട്ടുമ്പോ ഇങ്ങനെ ചെയ്യണം കേട്ടാ. ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റരുത്. ശരി. അല്ലേ, പോണ വഴിക്ക് ഇത് ഏതെങ്കിലും വേസ്റ്റ് വാട്ടർ വേണം അതിലിട്ടേക്ക്. അല്ല, നിങ്ങൾ ഏതായാലും ഇപ്പൊ കൊലത്തിലാക്കിയില്ലേ? നിങ്ങളെ കണ്ട് കളഞ്ഞാളി കാണാല്ലേ? സാർ ഐഡിയ ആണല്ലേ? നമുക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. കഷ്ടം, നാട് നേരാവില്ല. പാത്രങ്ങൾ, പാട്ട, കമ്പി, പഴയ കുപ്പി, പാട്ട, ചാക്ക്, അരോമണിയ പാത്രങ്ങൾ, കമ്പി, കുപ്പി, പഴയ കുപ്പി, പാട്ട, ചാക്ക്, അരോമണിയ പാത്രങ്ങളെ, അരോമണിയ പാത്രങ്ങളെ. ഹലോ, യെസ്, തന്നേനോ മരക്കൊന്ത? ഞാൻ വേറെ ആളെ വിളിച്ചതാണ്. പിള്ള സാറാണോ? എന്താ സാറേ? രണ്ടി കാക്ക സാറേ, അത് വേറെ ആർക്കും കൊടുക്കരുതിട്ടാ, എനിക്ക് എന്ന് വരണം കേട്ടാ. ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ എത്തും. എടോ, ബാറിൽ 2 ചാക്ക് കൊടുക്കാറുണ്ട് കുപ്പി. ഓ അല്ലേ, ഇനിയിപ്പോ ഇതിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബാറോ നീ ഇങ്ങനെ സാധനം തരാതെ ഇപ്പൊ കൊണ്ടുവരാ നാളെ കൊണ്ടുവരാന്നൊന്നും പറഞ്ഞ കാര്യങ്ങൾ ശരിയാവൂല. എന്നെ സാർ അവിടെ നിലത്ത് നിർത്താണ്ടല്ലേ ഞാനിവിടെ അന്വേഷിച്ചു വന്നത്. സാർ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ശരിയാണ്. നമ്മൾ എത്ര കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ട്? എടാ, കൊല്ലക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല.
ഉഷ്ണകാലം വരണേണ്, ആവശ്യത്തിന് സാധനം വേണം. നീ ഇപ്പൊ 8 ലോഡ് കുപ്പി അവിടെ എത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെള്ളം പിടിച്ചിട്ടേക്കാണ്. അല്ല സാറ് നമ്മുടെ അവസ്ഥ കൂടി മനസ്സിലാവണം. ഞാൻ മറ്റുള്ള സാറ് ടെൻഷൻ അടിക്കില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് 50 പൈസ കുറച്ചല്ല ഞാൻ തരണത്. എന്റെ നഷ്ടം നിങ്ങൾ ആ വർത്താനം നീ പറയല്ലേ. നീ 50 പൈസ കുറച്ച് തന്നെ എന്താണ് എന്റെ നഷ്ടം? നീ കുണ്ടന്നെ കുപ്പികളിൽ മുഴുവൻ ചളുക്കി അതിന്റെ പൂളെടുത്ത് അകത്തിട്ടിട്ടാണ് കുണ്ടന്ന. ഇത് നാട്ടുകാർ ചെയ്യണതാണ്. നാട്ടുകാർ ചെയ്ത് പലതും കാണിക്കും. നീ നല്ല വൃത്തിയുള്ള കുപ്പി പിറക്കാൻ പറ്റിയ ആളുകളെ സ്റ്റാഫായിട്ട് വെക്കണം. അതൊക്കെ ഉണ്ട് സാറിന് അറിയില്ല. 10-50 സ്റ്റാഫും അവരുടെ ടെൻഷൻ ഒക്കെ ഉണ്ട്. സാർ ഇരുന്നേ, എന്നെ നീ ഇരുത്തല്ലേ. നമുക്ക് ലോഡ് നീ പറഞ്ഞ 8 ലോഡ് എപ്പോ എത്തിക്കോ? 8 ലോഡ് ഇന്ന് വൈകുന്നേരം എത്തിക്കും സാർ. വൈകുന്നേരം അല്ലേ 8 ലോഡ് ഇന്ന് 3 മണിക്ക് മുമ്പ് നിനക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ? സാർ ടെൻഷൻ അടിക്കല്ല. ഇങ്ങനെ കൂളായി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സാറിന് കൂളാവാൻ ഒരു കുപ്പി വെള്ളം എടുത്താലോ? വെള്ളോ? ഏത് അമ്മ? നിങ്ങളുടെ അമ്മ ചന്നമ്പിന്നം. എന്റെ പൊന്നെ, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ വെള്ളം കിട്ടാതെ മരിച്ചോളാം. നീ ആ കുപ്പി എത്തിക്കാൻ നോക്ക്. എവിടെയായിരുന്നു ഇത്രയും നേരം? കുപ്പി ഉറക്കാൻ പോയി. കുപ്പി രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണല്ലോ. കിടക്കണം കുപ്പി. ഇത്രേ ഉള്ളൂ ഈ നേരം വരെ പോയിട്ട്? എന്റെ പൊന്നു സാറേ, ഇത്രയല്ല, 2 ലോഡ് റെഡിയാക്കിയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. 2 ലോഡാ? ഇന്ന് 8 ലോഡ് വേണം. 8 ലോഡ്. ബാക്കി 6 ലോഡ് എവിടെ? അതവിടെ ചോദിക്കും. എവിടെ 6 ലോഡ്? എവിടെയോ 6 ലോഡ്. ഇത് നടപടിയാവുന്നോ? നീ എന്നെ പിടിച്ച് സോപ്പിട്ടിട്ട് കാര്യമില്ല. അവിടെ സാധനം എത്തണം. നീ സാധനം വരും സാറേ. അതെ, രണ്ടെണ്ണം പോയി ബാറ്റക്കാശ് കെട്ടിയില്ലെങ്കിൽ ഞാൻ പോയിട്ട് 10 ലോഡും കൊണ്ടുവന്നു. വെറുതെ മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ. ആ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചാല്. എടാ, ഇത് വല്ലതും നടപടിയാവോ? നടപടിയാവും. സാറിന് എത്ര ലോഡാ വേണ്ടേ? എടാ, പോർക്കെ വന്നപ്പോ തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ 8 ലോഡ് 8 ലോഡെന്ന്. 3 മണിക്ക് മുമ്പ് 8 ലോഡ് അവിടെ എത്തണം. സാറിങ്ങനെ ചൂടാവില്ല. സാറിന് 10 ലോഡ് വൈകിട്ട് 4 മണി. ഇത് കണ്ടോ? കണ്ട കുപ്പിയുടെ അടപ്പ് ഇതിനകത്തേക്ക് ഇട്ട ആളുകൾ അവര് മിടുക്കന്മാരാവാൻ വേണ്ടി ചെയ്യണ പരിപാടികളാണ്. അത് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഇപ്പൊ എല്ലാവരുടെയും പണി ഇതാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പൂളെടുത്ത് അകത്തോട്ടിടും. അവരിങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്കൊരു ഇത്തിരി ജോലിഭാരം കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ഇവിടെ വന്നില്ലേ എന്നാ കണ്ട കണ്ട ഇത്രയുള്ള പരിപാടി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എയർ പ്രഷർ ചെയ്യും. അവിടെ ഒരു മെഷീൻ കാണിച്ചു തന്നില്ലേ? പ്രഷർ ചെയ്യണം അപ്പുറത്ത്. ആ മെഷീനിൽ വെച്ചിട്ട് പ്രഷർ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കണം. അങ്ങനെ വെള്ളം നിറച്ചിട്ടുള്ള പുതിയ കുപ്പിയാണ്. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് റീസൈക്കിൾ ചെയ്യാനേ പാടുള്ളൂ. നമ്മുടെ റീസൈക്ലിംഗ് ഇതാണ്. സത്യത്തിലുണ്ടല്ലോ, ഇത് ഡിസ്പോസിബിൾ ബോട്ടിൽസ് ആണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുതരം വിഷമുണ്ട്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്ന ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കിത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ ബോട്ടിൽസ് ഉണ്ടാക്കാം. അപ്പൊ കുഴപ്പമില്ല. ഫേസ്ബുക്ക് ഉണ്ടെന്ന് ശരിക്കും ശ്യാമള ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഒന്നല്ലേ ഉള്ളൂ. ശ്യാമളൊരു കാര്യം ചെയ്യും, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ റീസൈക്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റിന്റെ ഹെഡാണ് ശ്യാമള. അതറിയാലോ? പറഞ്ഞു കൊടുത്തില്ലേ? പിന്നെ ശ്യാമള നമ്മുടെ ചന്നം പിന്നെ ഡ്രിങ്കിങ് വാട്ടറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഞങ്ങൾ എവിടെ പോകുമ്പോഴും മേടിച്ച് കുടിച്ചോണ്ടിരുന്നത് ഈ വെള്ളമായിരുന്നു സാറേ. എന്നിട്ടൊന്നും പറ്റിയില്ലേ? എന്തായാലും നമ്മള് കിണറ്റിലെ വെള്ളമാണല്ലോ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ തോട്ടിലെ വെള്ളം പുഴയിലെ വെള്ളം ഉപയോഗിച്ചുകൂടാ. അത് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ടതല്ലേ. പിന്നെ നല്ല കലക്കലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ശരിക്കും തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് അരിച്ചിട്ടേ നമ്മൾ ബോട്ടിൽ ചെയ്യുള്ളൂ. പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. അയ്യോ, അങ്ങനെയല്ല സാറേ, ഇതിനൊക്കെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഇതിന് പ്രോസസ്സിംഗ് ഉണ്ട്. കിണറ്റിന്ന് കോരണം, തലയിൽ ഒഴിക്കണം, അതുകൊണ്ട് തിളപ്പിക്കണം, അരിക്കണം, കുപ്പിയിലാക്കണം, പാക്ക് ചെയ്യണം. നല്ല പ്രോസസ്സിംഗ് ഇതിന്റെ പുറകിലുണ്ട്. ഇനിയിപ്പോ ശ്യാമളക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതിന് ക്വാളിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ കരിച്ചോ. ഇനിയിപ്പോ നമ്മുടെ ഗംഗാജലം പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാമോ ശ്യാമളക്ക്? ഞാൻ കണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ ആ ഗംഗാജലം നമ്മൾ ഗംഗയിൽ പോയിട്ട് ലോറിക്ക് അടിക്കണതല്ലോ. പിന്നെ എവിടുന്ന്? അത് സാറിന്റെ തറവാട് വീട്ടിലെ കുളത്തിൽ നിന്ന് കൊണ്ടുവരണല്ലേ. സാറിന്റെ മൂത്ത പെങ്ങളില്ലേ ഗംഗ, ഗംഗയുടെ ഓഹരി കിടക്കണ കുളത്തിലെ വെള്ളമാണത്. അവിടുന്ന് എടുക്കണ വെള്ളം ഗംഗാജലം. അയ്യോ, ശ്യാമള ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഇതിനകത്തൊന്നുമില്ല. നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുത്താലും വാങ്ങി കുടിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട്. കച്ചവടം ചെയ്യാൻ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കുപ്പി, ഏത് കമ്പനി, അവർക്ക് ലാഭം മാത്രം മതി. ലാഭം കൊയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളിൽ ഒന്നാണ് അവർക്ക് ഈ കുപ്പിവെള്ള കച്ചവടം. ഈ ശ്യാമളക്ക് അറിയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സത്യശീലൻ.
വെറും ഒരു കിണറും തൊട്ടിയുമായിട്ട് തുടങ്ങിയതാണ് ഈ ബിസിനസ്. ഇപ്പൊ ആ പടർന്ന് പന്തലിച്ച് ഈ പരുവത്തിലായി നിൽക്കുകയാണ്. എത്രയോ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളും വളരെ മാന്യമായിട്ട് കഴിയുന്നുണ്ട്. ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് എന്താണ് ഒരു കുഴപ്പം? എന്ത് കുഴപ്പം? പിന്നെ ഒരാള് രക്ഷപ്പെടുമ്പോ ആളുകൾ ജനം പിന്നെ എന്തെങ്കിലുമൊക്കെ ചീത്ത വർത്താനൊക്കെ പറയും. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുക, എല്ലാം ചോദിക്കുക. ഞാൻ റിസൈൻ ചെയ്തോട്ടെ സാറേ? ഇനി എങ്ങനെ റിസൈൻ ചെയ്യാൻ പറ്റും? ഇനി റിസൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പനിയുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി റിസൈൻ ചെയ്യാനേ പറ്റൂല. നമ്മളെല്ലാവരും ഇവിടെ പെട്ട് പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നില്ലേ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ സാറിനെ പോലീസ് പിടിക്കണം. ഇനി എന്നെങ്ങാനും പോലീസ് പിടിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നിങ്ങളിവിടെ തന്നിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ്സ് പിന്നെ നിങ്ങളുടെ ID പ്രൂഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കത്തിച്ചു കളയും. ഇനി വേറൊരു കാര്യം, എന്റെ മുമ്പിലൊക്കെ അഭിനയിച്ച് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാന്നുള്ള വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ ഇത് കണ്ട, ഈ കുപ്പിയുടെ പരിവാക്കി കളയും ഞാൻ. ഇനി ഒന്നും നോക്കണ്ട, ആത്മാർത്ഥമായിട്ട് ജോലി അങ്ങ് ചെയ്യുക. ഓക്കെ അല്ലേ? ആ എന്തൊരു ഉഷാറ് വരാത്ത ചിരിക്ക്. ചിരിയൊക്കെ വരട്ടെ. ആ അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു, ശ്യാമളക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.